ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അടിപൊളി മ്യൂസിക് ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രാക്കഡ് ആപ്ലിക്കേഷനുകളാണ്. നമ്മുടെ സ്പോട്ടിഫൈയുടെ ക്രാക്ക്, അതുപോലെ തന്നെ വേറെ കുറേ ക്രാക്കുകളാണ്. അപ്പോൾ ക്രാക്കൊന്നും നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത് നല്ല സംഭവമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ, അതായത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകത ഫ്രീ ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പരസ്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതാണ്. അതായതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സോങ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ അതായത് നെറ്റ് ഇല്ലാണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്പോട്ടിഫൈയിലെ പ്ലേലിസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതയുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആവും. മിക്കവാറും ക്രാക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ടുള്ള അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്, അപ്പോൾ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് ഞാൻ വീഡിയോയിൽ പോകാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര്, സ്പോട്ട് ട്യൂബ് എന്നാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഓപ്പൺ ആവുക. അപ്പോൾ ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റീജിയൻ കൊടുക്കുക. അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്ത്യ കൊടുക്കുകയാണ്. ഇന്ത്യ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് എല്ലാ രാജ്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ഡീഫാൾട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതായാലും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ കണക്റ്റ് വിത്ത് സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്പോട്ടിഫൈയിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത പാട്ടുകളൊക്കെ ആ പ്ലേലിസ്റ്റുകളൊക്കെ അതേപോലെ സെയിം ആയിട്ട് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പോട്ടിഫൈയുടെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ഇതായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സ്പോട്ടിഫൈയുടെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്പോട്ടിഫൈ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഇൻ്റർഫേസ്. നല്ല അടിപൊളി ഇൻ്റർഫേസാണ്, എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാം. അതായത് പല ടൈപ്പ് സോങ്ങുകൾ, പല ആൽബങ്ങൾ, അങ്ങനെ കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ അപ്പോൾ അതിൻ്റെ അടിയിൽ സെർച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഏത് പാട്ട് വേണമെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കിളി എന്നുള്ള പാട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ റിസൾട്ടുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് സെയിം സംഭവങ്ങളായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പാട്ട് കേൾക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പോട്ടിഫൈ കണക്ട് ചെയ്യുമ്പോൾ വരുന്ന സംഭവം. അതായത് ഇവിടെ നമുക്ക് ലൈക്ക്ഡ് ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഞാൻ സ്പോട്ടിഫൈയിൽ ലൈക്ക് ചെയ്ത എല്ലാ പാട്ടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എത്ര നേരം ലിസൺ ചെയ്തു, എത്ര നേരം നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ക്യാഷ്, അങ്ങനെ കുറച്ച് എത്ര സോങ്സ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ലിറിക്സ് കിട്ടും. വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഫുൾ ലിറിക്സ് കിട്ടും, സിംഗിൾ ആയിട്ടുള്ള ലിറിക്സ് കിട്ടും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ലിറിക്സ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അതേപോലെ നമുക്ക് പാട്ട് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് കുറയ്ക്കാനുള്ള സംഭവം ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് മൊബൈലിൽ സ്വിച്ച് അമർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചാളായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ലോഗിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി റീഇൻസ്റ്റാൾ ചെയ്താണ് ഇപ്പോൾ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചാളായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ iOS ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. SPOTTUB സ്പോട്ട് ട്യൂബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോറിലുള്ള ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്പോട്ട് ട്യൂബ്. അപ്പോൾ ഏകദേശം 4.3 സ്റ്റാർ റേറ്റിംഗും 10 lakh+ ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇനി കുറേ ആൾക്കാർ ഇനി യൂസ് ചെയ്ത് വരുമ്പോൾ ഇനി പ്രീമിയം പെയ്ഡ് ആക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, 4.3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് സ്പോട്ടിഫൈയിലെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, പാട്ട് കേൾക്കാം, പാട്ട് ഡൗൺലോഡ് ചെയ്യാം, ലിറിക്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക.